സിനിമറ്റ വാർത്തകളിലേക്ക് പോകുമ്പോൾ കോഴിക്കോട് നിന്ന് വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കോഴിക്കോട് താമരശ്ശേരി ലഹരി വിരുദ്ധ സമിതി പ്രവർത്തകന് നേരെ ലഹരി സംഘത്തിന്റെ ആക്രമണം. കട്ടിപ്പാറ വേണാടി സ്വദേശി മുഹമ്മദിനാണ് മർദ്ദനമേറ്റത്. ഇയാളെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞാൻ പള്ളിയിൽ നിന്ന് ചെയ്തിമേരി ഇരിക്കുകയാണ്, നിസ്കാരം കഴിഞ്ഞ് പുറത്ത്. അപ്പോൾ ഇവർ മൂന്നാൾക്കാർ വണ്ടിമേലവിടെ വന്ന് ഇറങ്ങിയിട്ട് എന്നെ കുറേ തോന്നിയാസം വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിന് ഒരു അക്ഷരവും ഓലോട് മിണ്ടിയില്ല. പിന്നെ എനിക്ക് പുറേ പോകണമല്ലോ വെച്ച് വേറെ ഒരാൾ വരുന്നത് കണ്ടപ്പോൾ ഞാൻ റോഡുമേലേക്ക് ഇറങ്ങിയ അതിൽ ഇവർ മൂന്നും കൂടി വന്നും കാണിട്ട് എന്നെ അടിക്കുകയും കത്രി കണ്ടവരെ കയ്യിൽ അതിനോട് കുത്താൻ നോക്കിയാലും കൂടി ചെയ്തതാണ്. കല്ലെടുത്ത് കുത്തി. ഈ ലഹരി വിമുക്ത ഒരു കമ്മിറ്റി രൂപീകരിച്ചു ഞങ്ങളവിടെ. അപ്പോൾ അതിലൊരു മെമ്പറാണ് ഞാൻ. അപ്പോൾ ഇവരെ 2-3 പ്രാവശ്യം ഇപ്പോൾ ഞങ്ങൾ പിടിക്കുകയും ചെയ്തിട്ടുണ്ട്, പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം കൊണ്ട് അതിൻ്റെ വൈരാഗ്യമായിട്ട് എന്നോട് ചെയ്തതാണ്. സലാം മുഹമ്മദ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സലാം, ഇത്തരത്തിലുള്ള വാർത്തകൾ പലയിടത്തു നിന്നായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നേരെ ഇങ്ങനെ സംഘം ചേർന്നുള്ള ആക്രമണം, അത്തരം വാർത്തകൾ നിരവധി വരുന്ന ഒരു സമയം കൂടിയാണ്. ഇവിടെ എന്താണ് സംഭവിച്ചതെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. കഴിഞ്ഞ 26-ാം തീയതി ഒരു സംഭവം നടക്കുന്നത്. ഈ പ്രമോദ് എന്ന് പറയുന്ന ഈ മർദ്ദനമേറ്റ മുഹമ്മദിൻ്റെ സമീപത്ത് നിന്ന് താമസിക്കുന്ന അയാൾക്ക് ഈ ലഹരി മാഫിയ സംഘവുമായി ബന്ധമുണ്ട്. അദ്ദേഹം ലഹരി വിൽപ്പന നടത്തുന്നുണ്ട് എന്ന് സൂചന ലഭിച്ചതിനെ തുടർന്ന് ഒരു അപരിചിതൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയിരുന്നു. ഈ സംഭവം പോലീസിനെ അറിയിച്ചത് മുഹമ്മദാണ്. ഈ ലഹരി വിരുദ്ധ സമിതിയിൽ അംഗം കൂടിയാണ് മുഹമ്മദ് എന്ന് പറയുന്ന ഈ വേനാടി സ്വദേശി. ഇദ്ദേഹം ഇക്കാര്യം, അതായത് ഈ പ്രമോദിൻ്റെ വീട്ടിൽ ഒരു അപരിചിതൻ എത്തുന്നു, അങ്ങനെ ഒരു ലഹരി വിൽപ്പന നടത്തുന്നു എന്ന കാര്യം ഈ പോലീസിനെ അറിയിക്കുകയും പിന്നാലെ പോലീസ് ഇക്കാര്യത്തിലൊരു നടപടി സ്വീകരിക്കുകയും ചെയ്തു. കൂടാതെ പിന്നാലെ തന്നെ മുഹമ്മദിനെ ഫോണിൽ വിളിച്ച് ഈ ആക്രമിക്കും അല്ലെങ്കിൽ മർദ്ദിക്കും എന്ന തരത്തിലുള്ള ഭീഷണി ഈ പ്രമോദിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇന്നലെ ഈ പള്ളിയിൽ, അതായത് ഈ സമീപത്ത് തന്നെയുള്ള ഒരു മസ്ജിദിന് കോമ്പൗണ്ടിനകത്ത് വെച്ച് 3 പേർ സംഘം ചേർന്ന് ഇദ്ദേഹത്തിന് ക്രൂരമായ മർദ്ദനം അല്ലെങ്കിൽ ക്രൂരമായ ആക്രമണം ഇദ്ദേഹത്തിന് നേരെ നടക്കുന്നത്. ഈ 28-ാം തീയതി തന്നെ ഇക്കാര്യം ഇങ്ങനെ ഒരു ഭീഷണിയുള്ള കാര്യം പോലീസിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നലെ ഇങ്ങനെയൊരു ആക്രമണം ഉണ്ടാകുന്നത്. ലിജേഷ് എന്ന് പറയുന്ന പ്രമോദിൻ്റെ തന്നെ സംഘാംഗമായിട്ടുള്ള ഒരാളെ ഇപ്പോൾ പോലീസ് ഈ കേസിൽ പിടികൂടിയിട്ടുണ്ട്. ഇനി പ്രമോദിനെ അടക്കം പിടികൂടാനുണ്ട്. ഏതായാലും വലിയ മർദ്ദനം തന്നെ ഈ മുഹമ്മദ് എന്ന് പറയുന്ന വേനാടി സ്വദേശിക്ക് നേരെ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ കൈക്കും തലയ്ക്കും കാര്യമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്.